നമസ്കാരം. ശ്രീ കല്ലറാജൻ. ഇപ്പോൾ കേന്ദ്രം നമ്മുടെ ഡെമോഗ്രഫിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൈ ലെവൽ കമ്മിറ്റി എന്ന് പറയാവുന്ന ഒന്നിനെ സംഘടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം സമാരംഭിച്ചിരിക്കുകയാണ്. 1 വർഷത്തെ കാലാവധിയാണ് കൊടുത്തിരിക്കുന്നത്. അവൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ഇല്ലീഗൽ ഇമിഗ്രേഷൻ അല്ലെങ്കിൽ ഇല്ലീഗൽ മൈഗ്രേഷൻ തന്നെയാണത്. അതുപോലെ ഇൻഫിൽട്രേഷൻ, അതുപോലെ അൺനാച്ചുറൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും അൺനാച്ചുറൽ ഫാക്ടേഴ്സ് ആയിരുന്നു വരുന്നുണ്ട്. എന്താണ് ഈ അതർ അൺനാച്ചുറൽ ഫാക്ടേഴ്സ്? അതെനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്, അതായത് പ്രേക്ഷകർക്ക് വേണ്ടി അസ്വാഭാവികമായിട്ടുള്ള ജനസംഖ്യ വർധന. അതെ അത് തന്നെയായിരിക്കും കേന്ദ്ര ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം നമുക്ക് കേരളത്തിൽ തന്നെ വലിയ ഒരു പരാതി, ഒരു പ്രത്യേക ജില്ലയെ കേന്ദ്രീകരിച്ച് ഒരു പരാതി നമ്മൾ കേട്ടിട്ടുണ്ട്. വളരെ ബോധപൂർവം ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ. ഈ അടുത്ത് തന്നെ ഞാൻ ശ്രദ്ധിച്ചു, വളരെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയത്തിൻ്റെ ഒരു നേതാവ് അയാൾ 6 കുട്ടിയെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു പടമായിട്ട് ഞാനത് കണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ബോധപൂർവം ജനസംഖ്യ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ഒരു ക്രിമിനൽ ഒഫൻസാണ്. ഇന്ത്യ ജനസംഖ്യ കൊണ്ട് വളരെ പൊറുതിമുട്ടുന്ന രാജ്യമാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ചൈനയ്ക്ക് 140 കോടി ജനങ്ങളുണ്ട്. പക്ഷേ ചൈനയ്ക്ക് ഇന്ത്യയുടെ ഏകദേശം 3 ഇരട്ടിക്ക് അടുത്ത് വലിപ്പമുണ്ട്. ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ ഏകദേശം 3 ഇരട്ടിയോളമാണ് ചൈനയുടെ. 95 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിനടുത്താണ് ചൈനയുടെ വിസ്തൃതി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ 32 ലക്ഷം സംതിങ്ങേ വരുന്നുള്ളൂ. 3 ഉള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യയുടെ 3 മടങ്ങ് വലിയ രാജ്യമാണ് കാനഡ. കാനഡയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് വെറും 4 കോടി 1 ലക്ഷമാണ്. കേരളത്തിലെ ജനസംഖ്യ എന്നൊരു അല്പം കൂടെ കൂടുതലേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളുടെയും ജനസംഖ്യ ഇപ്പോൾ ഉത്തർപ്രദേശിൽ 23 കോടിയുണ്ട്. പക്ഷേ റഷ്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം. ഇന്ത്യയുടെ 5.5 മടങ്ങ് വലിയ രാജ്യമാണ് റഷ്യ. ഈ റഷ്യയിൽ 14 കോടി സംതിങ്ങേ ഉള്ളൂ ജനസംഖ്യ. അതുകൊണ്ടാണ് അവിടെ വീരജനനി എന്ന് പറഞ്ഞിട്ട് കൂടുതൽ പ്രസവം നടത്തുന്ന സ്ത്രീകൾക്ക് വീരജനനി പുരസ്കാരം അത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് കണക്കൊന്നും അല്ല ഇന്ത്യയുടെ സ്ഥിതി. ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ വലിയ എക്സ്പ്ലോഷനാണ്. എന്ന് പറയുമ്പോൾ 150 കോടി ഇത്രയും ചെറിയ ഒരു രാജ്യത്ത്. ഇന്ത്യയെക്കാൾ ഭൂവിസ്തൃതിയുള്ള വേറെ 6 രാജ്യങ്ങളുണ്ട് ലോകത്ത്. ഈ 6 രാജ്യങ്ങളിലും പലയിടത്തും ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലെ ജനസംഖ്യ ഇല്ല. പലയിടത്തും നല്ല മിക്കവാറില്ല. അമേരിക്ക തന്നെ ഇപ്പോൾ 33 കോടി പോപ്പുലേഷനേ ഉള്ളൂ. അമേരിക്ക 34 കഷ്ടിച്ച്. അതുകൊണ്ട് അവിടെ തന്നെ ആളോഹരി വിഹിതം എന്ന് പറയുന്നത് ഇന്ത്യയെക്കാൾ പല മടങ്ങ് അവരുടെ സാമ്പത്തിക ശക്തി എന്ന് പറയുന്നത് വളരെ കൂടുതൽ എഫ്ലുവൻ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ്. ഇന്ത്യ ജനസംഖ്യ ഒരു 100 കോടിയിലെങ്കിലും പിടിച്ചു നിർത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ത്യ ഇപ്പോൾ ഒരു സമ്പന്ന രാജ്യം. അത് ഒരു പക്ഷേ അവരുടെ ജനസംഖ്യ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യക്കെങ്കിൽ എന്നേ അതിസമ്പന്നമായിട്ടുള്ള രാജ്യം അവരെ വെല്ലുന്ന അതിൻ്റെയൊക്കെ എത്രയോ മടങ്ങ് സമ്പന്നമായിരുന്നു. ആ ഫാക്ടർ ആരും ദാരിദ്ര്യം, ശിശുമരണം എന്നൊക്കെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്, ഇത്രയും ജനപ്പെരുപ്പം ഉണ്ടായിരുന്നിട്ടും ഈ എക്കണോമിസ്റ്റുകളെന്ന് വ്യാജേന നടക്കുന്ന ചിലർ പ്രചരിപ്പിക്കുന്ന ഒരു കഥയെന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഇപ്പോൾ ജനസംഖ്യ ഇനി നിയന്ത്രിച്ചു കഴിഞ്ഞാൽ വൃദ്ധന്മാർ മാത്രമായി പോകുന്നതാണ്. എവിടെ ഇപ്പോൾ ഇന്ത്യ അത് ഇത്രയും വലിയ. പക്ഷേ ചൈനയിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ലേ വൃദ്ധന്മാരുടെ? അതൊക്കെ പ്രചരണം മാത്രമാണ്. ചൈനയെ പോലെ 140 കോടി മനുഷ്യരുള്ളതിൽ ഇപ്പോൾ ഒരു 40 കോടി വൃദ്ധന്മാരായി പോയാലും ബാക്കി 100 കോടി യുവാക്കളുണ്ടല്ലോ. അത് തന്നെ ഒരു കാലത്ത് ഇന്ത്യയുടെ പോപ്പുലേഷൻ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലല്ലേ. നേരത്തെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇന്ത്യയുടെ പോപ്പുലേഷൻ 60 കോടി 70 കോടിയായിരുന്നു. അപ്പോൾ അതൊന്നും ഒരു ഘടകമല്ല. അതൊക്കെ വ്യാജ പ്രചരണങ്ങളാണ്. ജനസംഖ്യ നിയന്ത്രിക്കപ്പോൾ ഇതാണ് വേറെ സംഭവം പറഞ്ഞപ്പോൾ, മഹാത്മജി ബ്രിട്ടനെ തകർക്കുന്നതിന് മഹാത്മജി ഉപയോഗിച്ചൊരു പ്രധാന മാർഗം എന്ന് പറയുന്നത് ഈ ഖാദി, നമ്മുടെ ഇവിടെയുള്ള പ്രോഡക്ട്സ് മാത്രം വാങ്ങിക്കൊണ്ട് ബ്രിട്ടീഷ് പ്രോഡക്റ്റുകളെ ബഹിഷ്കരിക്കുക എന്നുള്ളതാണ്. അത് വലിയ സാമ്പത്തിക തത്വശാസ്ത്രം മഹാത്മജി ആ കാര്യത്തിൽ കണ്ടിരുന്നു. കാര്യം ബ്രിട്ടൻ ഈ ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോയി അവിടെ പ്രോഡക്ട്സ് ആക്കി ഇവിടെ തന്നെ വിൽക്കുന്ന അവരെ ഏറ്റവും വലിയ മാർക്കറ്റായിരുന്നു ഇന്ത്യ. ഇന്ത്യക്കാരും ബ്രിട്ടീഷ് പ്രോഡക്റ്റുകൾ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ ബ്രിട്ടൻ സാമ്പത്തികമായി തകരും. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഖാദിയെ പ്രോത്സാഹിപ്പിക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പോഴും നമുക്കതൊരു വലിയ അഡ്വാൻറ്റേജ് അല്ലേ? കാരണം അമേരിക്കയുമായിട്ടുള്ള ദീർഘകാല കരാറ് നമ്മൾ ഒപ്പിടാൻ വേണ്ടി
ഇന്ത്യ വലിയൊരു മാർക്കറ്റാണ്. ഇന്ത്യയെ അവർക്ക് അതെ. പക്ഷെ ഞാൻ പറഞ്ഞു ഡെമോഗ്രാഫി അവിടെ ഗുണമാവുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് അതല്ല. അപ്പോൾ അത്തരത്തിൽ ഒരു രാജ്യത്തെ തകർക്കണമെങ്കിൽ ഈ ആയുധം എടുത്ത് യുദ്ധം ചെയ്യണമെന്നില്ല. ഇത്തരത്തിലുള്ള ചില മാർഗങ്ങൾ ഉപയോഗിക്കാം. ഗാന്ധിജി അന്ന് ഉപയോഗിച്ചതുപോലെ ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ചിന്തിക്കുന്ന പലർക്കും ഇന്ത്യയിൽ വംശീയ കലാപമൊന്നും ഉണ്ടാക്കണമെന്നില്ല. ഇത് മതി, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ മതി, ബോധപൂർവം ജനസംഖ്യ വർദ്ധിപ്പിച്ചാൽ മതി. അങ്ങനെ ബോധപൂർവം ജനസംഖ്യ വർദ്ധിപ്പിക്കുന്ന ചിലരുണ്ട് എന്ന് പറയപ്പെടുന്നു. ഞാനിപ്പോൾ അതങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കാര്യമൊന്നും എടുത്ത് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ അങ്ങനെ ബോധപൂർവ്വം ജനസംഖ്യ വർദ്ധിപ്പിച്ച് ഈ രാജ്യത്തിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയെ തകർക്കുക എന്നുള്ള രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അത് ഒരു തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും അതിനെ ടേംസ് ഓഫ് റെഫറൻസിൽ വരുന്ന ഈ കമ്മിറ്റിയുടെ ടേംസ് ഓഫ് റെഫറൻസിൽ വരുന്ന മറ്റു കാര്യങ്ങൾ നാഷണൽ സെക്യൂരിറ്റി, സോവറിനിറ്റി, ലോ ആൻഡ് ഓർഡർ ഇതൊക്കെ അപകടത്തിലാകുന്നു. അതായത് ക്രമസമാധാന പ്രശ്നം, അതുപോലെ തന്നെ ഇന്ത്യയുടെ പരമാധികാരം, അതുപോലെ ഡെമോക്രസി, ഏറ്റവും പ്രധാനം ഡെമോക്രസി അപകടത്തിലാവുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഡെമോക്രാറ്റിക് റെപ്രസെൻറ്റേഷനെ റെപ്രസെൻറ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വലിയ ഒരു ഡെമോഗ്രാഫിക് ആയിട്ടൊരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ അത്തരം കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുമെന്നുള്ള ഒരു നമ്മളെ അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ കമ്മിറ്റി. പക്ഷേ അത് ഇന്ത്യയെ സംബന്ധിച്ചെല്ലാം ഒച്ചിൻ്റെ വേഗത്തിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതൊക്കെ BJP ഗവൺമെൻറ്റിൻ്റെ കീഴിലും അങ്ങനെ തന്നെയാണ് എപ്പോഴും. കാരണം ഇത് രാഷ്ട്രീയ അധികാരം മാറിയാലും ഈ ഉദ്യോഗസ്ഥന്മാർക്ക് മാറ്റമില്ലല്ലോ. പക്ഷേ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഈ ശരിക്കും അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ള രീതിയിലൊരു സമീപനം നമ്മുടെ രാജ്യത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിപ്പോ റിട്ടയർഡ് ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നാവുലേക്കർ എന്ന് പറയുന്ന ആളാണ് ഇതിന് നേതൃത്വം. ഇതേ കാര്യങ്ങളൊക്കെ ഇതിനു മുൻപും ഈ ജനസംഖ്യാ പ്രശ്നത്തിനെയൊക്കെ കമ്മീഷനുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഒന്നും നടപ്പായിട്ടില്ല. ബ്യൂറോക്രാറ്റുകളുണ്ട്, സെൻസസ് കമ്മീഷണറുണ്ട്, അതുപോലെ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ശ്രമിക് രവി. അതെ, എക്കണോമിസ്റ്റുകളാണ് ഇത്തരം വ്യാജ കഥകൾ പ്രചരിപ്പിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഈ അവർ പറയുന്നത് ഇവിടെ വൃദ്ധന്മാരായി പോകുന്നത്, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് മാത്രമല്ല, അങ്ങനെ സംഭവിച്ചാൽ തന്നെ ഒന്നുമില്ല. കാര്യം ഈ 150 കോടിയിൽ ഒരു 50 കോടി വൃദ്ധന്മാർ വന്നു പോയാലും ഒന്നും സംഭവിക്കാനല്ല. ബാക്കി 100 കോടി യുവാക്കളുണ്ടല്ലോ, അത് തന്നെ ഇന്ത്യക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്. അപ്പം അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പോപ്പുലേഷൻ നിർബന്ധിതമായും പിന്നെ ഈ 2 കുട്ടികളെന്നുള്ള രീതിയിൽ ഒരു നിയമം കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ ഇന്ത്യയെ സാമ്പത്തികമായിട്ടും മറ്റും രക്ഷിക്കുന്നൊരു മാർഗ്ഗമുള്ളൂ. അത് ചെയ്യുന്നതിനുള്ള ഒരു ആർജവം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെ നിയമം കൊണ്ടുവന്നതിൽ ഇപ്പോൾ അസം ഗവൺമെൻറ് നിയമം കൊണ്ടുവന്നതായിട്ട് പറയുന്നു. അവിടെ ഈ 2 കുട്ടികളെന്നുള്ള രീതിയിൽ നിയമം ഉള്ളതായി പറയപ്പെടുന്നു. പക്ഷേ സംസ്ഥാനത്തിനും അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ സംസ്ഥാനങ്ങൾ ഒരിക്കലും ചെയ്യില്ല എന്നുള്ള വേറെ കാര്യം. ഇപ്പോൾ ആന്ധ്രയിൽ കുട്ടികളെ കൂട്ടാൻ വേണ്ടി എന്ത് സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഒരു ജില്ലയിൽ എന്ന് പക്ഷേ എല്ലാവരും വിചാരിക്കുന്ന ഒരു മതത്തിനെതിരെയുള്ള ഒരു നടപടി, ഏത് മതമെന്ന് നമ്മൾ പറയുന്നില്ല. അതേസമയം നമ്മൾ കാണേണ്ട ഒരു കാര്യം, കേരളത്തിലെ വന്ദേ മാതരം പാടിയത് വലിയ വിവാദമായി. എന്തിന് വന്ദേ മാതരം ഇന്ത്യയിൽ കേരളത്തിൽ പാടണം, നമ്മൾ നമ്പർ 1 കേരളമാണ്. അതേസമയം കാശ്മീരിൽ ഇത് പാടി, അത് പാടിയതെന്ന് പറഞ്ഞാൽ പകുതി വെച്ച് മുറിച്ചില്ല, പാതിക്ക് വെച്ച് മുറിക്കാതെ മുഴുവൻ പാടിയത് ആരെന്നറിയാം? പർദ്ദയിട്ട കാശ്മീരി സ്ത്രീകളും പെൺകുട്ടികളുമാണ്. അവർക്ക് യാതൊരു പ്രശ്നവുമില്ല, അവർ സുന്ദരമായിട്ട് ആ പാട്ട് പാടി. ഈ മതശക്തികളെ മാത്രം നമ്മൾ ഇതിൽ കുറ്റം പറയേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഈ ബ്രിട്ടീഷുകാരൻ്റെ കാലത്ത് ആരംഭിച്ച ഈ ഡിവൈഡ് ആൻഡ് റൂളിൻ്റെ അംശങ്ങൾ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഇത്തരം ചർച്ചകളൊക്കെ ഉയർത്തിക്കൊണ്ട് വന്നതൊക്കെ രാജ്യവിരുദ്ധ ശക്തികൾ ആണ് നേരത്തെ തന്നെ. അത് ആയിരുന്നില്ല, ഇന്ത്യക്കാരെ കടമെടുത്തുകൊണ്ട് വിദേശികളാണ് ഇത്തരത്തിൽ ഈ ഇന്ത്യയിൽ വലിയൊരു ഹിന്ദു മുസ്ലിം ഡിവൈഡൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അതിങ്ങനെ തുടർന്ന് പോവുകയാണ്. ഇവിടെ വന്ന ചോദിക്കുന്നത്, നമ്മളിപ്പോൾ ഇത് ഇങ്ങനൊരു കമ്മിറ്റിയെ വെച്ചിട്ട് ഒരു വർഷം കൊണ്ട് അതിൻ്റെ അന്വേഷണം നടക്കുമ്പോൾ അവരൊരു പക്ഷേ ഇത് ഞങ്ങളെ ടാർഗറ്റ് ചെയ്ത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ് മാത്രമാണ് കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും എല്ലാം ഉപയോഗിക്കുന്ന ഒരു തന്ത്രവും നിങ്ങളെ ഉദ്ദേശിച്ചാണ് നടത്തുന്നത് എന്ന് പറഞ്ഞ് അവരെ ഒരു സുരക്ഷിത ബോധമില്ലായ്മയിലേക്ക് പലപ്പോഴും എപ്പോഴും അങ്ങനെയാണ് അസ്വസ്ഥത. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം, അത് പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടെ പേര് പറയുന്നില്ല, അവരെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും അധികാരത്തിൽ കയറുക എന്നുള്ളതിനപ്പുറം ഈ രാജ്യത്തെ ഒരു സൈനിക സാമ്പത്തിക ശക്തിയായി വളർത്തുക അങ്ങനെയെന്നുള്ള ഒരു ലക്ഷ്യവും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അധികാരമാണ് എല്ലാവരുടെയും പ്രശ്നം. അധികാരത്തിന് വേണ്ടി ഈ മതത്തെയും ജാതിയെയും വളരെ തന്ത്രപരമായി ഉപയോഗിക്കുക എന്നുള്ളത് ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൻ്റെ അത് ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ചു. പിന്നെ
ആധുനിക കാലത്ത് ഇന്ത്യയിലെ ഈ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കോൺഗ്രസ് അത് ആദ്യകാലത്ത് അത് അവരുടെ ഒരു മാനിഫെസ്റ്റോ ആയിട്ട് മാറ്റി. അത് പിന്നെ ബാക്കി എല്ലാവരും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവർക്ക് എങ്ങനെയെങ്കിലും അധികാരത്തിൽ കയറുക എന്നുള്ളതിനപ്പുറം ഈ രാജ്യത്തെ ഒരു സാമ്പത്തിക സൈനിക ശക്തിയായി വളർത്തി ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനപൂർവ്വമായിട്ട് ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ ഒരു ആത്മാഭിമാനത്തോടെ, അത് ഏത് മതമാവട്ടെ, ആ ഉയർത്തിക്കൊണ്ട് വരുന്നതിൽ നിന്നുള്ള ഒരു ആത്മാർത്ഥമായ നീക്കം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ഇനി ഒരു കാര്യം ഇടയ്ക്ക് ചോദിക്കാനുള്ളത്, ചില മതങ്ങളുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണമാണ് ദൈവം തന്നത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണം. ചില മതങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു വിശ്വാസം ഇതിലൊരു നിയന്ത്രണം കൊണ്ടുവരുന്നത് അല്ല. ഈ ഒരു മതത്തിൻ്റെയും പിന്നെ ഈ മതഗ്രന്ഥങ്ങളെല്ലാം വായിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഈ അറിയപ്പെടുന്ന പ്രധാന മതഗ്രന്ഥങ്ങളെല്ലാം എൻ്റെ ഈ ബൈബിളിൻ്റെ 3 കോപ്പി എൻ്റെ കൈവശമുണ്ട്, ഖുറാൻ്റെ 3 കോപ്പിയുണ്ട്, പിന്നെ ഭഗവത്ഗീതയുടെ 2-3 കോപ്പിയുണ്ട്. ഇതെല്ലാം വായിച്ചതാണ്. ഇതിനകത്തൊന്നും ഇങ്ങനെ ഈ ജനസംഖ്യയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും പറയുന്നില്ല. അങ്ങനെ ദൈവം തരുന്നൊക്കെ പലരും കുറ്റപ്പെടുത്തി പറയുന്നു. പല മുസ്ലിം രാജ്യങ്ങളിലും ജനന നിയന്ത്രണ നിയമങ്ങളുണ്ട്. പിന്നെ ഈ ഒമാനിൽ ഇങ്ങനെ 3 കുട്ടികൾ എന്നുള്ള രീതിയിലൊരു നിയമം ഉണ്ട്. മറ്റു പല രാജ്യങ്ങളിലും പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ നിയന്ത്രണം കൊണ്ടുവരുന്ന നിയമങ്ങൾ മുസ്ലിം രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. ഭാര്യമാരുടെ കാര്യത്തിൽ നിയന്ത്രണം അതൊക്കെ അവരുടെ ഇഷ്ടം. 3 ഭാര്യമാരുണ്ടെങ്കിൽ 9 കുട്ടികൾ അല്ല. 9 അതിപ്പോ ആ 3 സ്ത്രീകളെ 3 പേര് വിവാഹം കഴിച്ചാൽ 9 കുട്ടികളല്ലേ ഉണ്ടാവും. അപ്പൊ അതൊരു പ്രശ്നമല്ല. അപ്പൊ അവരിപ്പോ ഇതുപോലത്തെ ഈ യൂഥ വിവാഹമൊക്കെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കാര്യം. പക്ഷേ ഒരു ഇന്ത്യയിൽ അതിനാണല്ലോ ഒരു ഏകീകൃത സിവിൽ കോഡ് വേണമെന്ന് പറഞ്ഞത്. ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് വേണമെന്ന് ആദ്യം പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന EMS നമ്പൂതിരിപ്പാടാണ്. പക്ഷേ അത് ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് ആരും ആ പാർട്ടി പോലും ഏകീകൃത സിവിൽ കോഡിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട്. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിനെ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഇസ്ലാം ജനസംഖ്യ ഒരു സ്ഫോടനാത്മകമായിട്ട് എത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ജനസംഖ്യയുടെ ഭാഗമായിട്ട് അത് വളർന്നു വരുന്നു. പക്ഷേ അതൊരു വലിയ ഡിവൈഡൊന്നും ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല. പക്ഷേ മത്സരം ഉണ്ടാവുന്നുണ്ട്. അവരുടെ ജനസംഖ്യ പെരുകുന്നു, നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് ഇവിടെ ജനസംഖ്യ കൂടണം. PC ജോർജ് തന്നെ ഓരോ കല്യാണത്തിന് പോകുമ്പോഴും വധുവിനെ അദ്ദേഹം ആശീർവദിക്കുന്നത് തമാശയായിട്ടല്ല കണക്കാക്കുന്നത്. 4 കുട്ടികൾ, മിനിമം 4 കുട്ടികൾ. അല്ല, ഇപ്പോൾ ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ മാത്രം പറയണ്ട, മറ്റൊരു ന്യൂനപക്ഷ വിഭാഗവും ഇതിന് ബദലായ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കണ്ണൂർ, കാസർഗോഡ് ഭാഗത്തൊക്കെ ഞാൻ 11 കുട്ടികൾ വരെയുള്ള കുടുംബങ്ങളെ അപ്പൊ അവരും അത് മത്സരിക്കുന്നുണ്ട്. സംഘടിത മതങ്ങൾക്ക് അതിന് കഴിയും. പക്ഷേ ഈ അസംഘടിതമായിട്ടുള്ള ഹിന്ദുമതം പോലെയുള്ളവർക്കൊന്നും അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്താനോ ഒരിക്കലും വിജയിപ്പിക്കാനോ കഴിയില്ല. പക്ഷേ സംഘടിത മതങ്ങൾക്ക് അത് കഴിയും. കേരളത്തിലെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വാദം, മണ്ഡല പുനർനിർണയം അതുപോലെ പാർലമെന്റിലേക്കുള്ള സീറ്റൊക്കെ വരുമ്പോൾ ജനസംഖ്യാ നിയന്ത്രണങ്ങൾ കർശനമായിട്ട് പാലിച്ചിട്ടുള്ള കേരളം അതിന് പുറത്താകും. MP-മാരുടെ എണ്ണം പരിഗണന കൊടുക്കുന്ന രീതി നിയമം കൊണ്ടുവരണം. ആ ഒരു അവർക്ക്, കാരണം ജനസംഖ്യ കുറഞ്ഞവർക്ക് കൂടുതൽ MP-മാരെ കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ശരിയായിട്ടുള്ള ഒരു. അല്ല, അതെ, ഇത് നമ്മൾ ഇങ്ങനെ ഒരു ചർച്ച തന്നെ ആവശ്യമില്ല. കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവരാമല്ലോ. ഇലക്ഷന് മത്സരിക്കണമെങ്കിൽ 2 കുട്ടികൾ ആണെങ്കിലേ മത്സരിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവരുന്നതോട് തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ഒരു നിയമം പാസ്സാക്കുന്നില്ല എന്നുള്ളത് എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നു. തീർച്ചയായിട്ടും മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ പത്തനംതിട്ട പോലുള്ള ജില്ലകൾ ഇതിൻ്റെ ഇരകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ അസംബ്ലി മണ്ഡലങ്ങളുടെ എണ്ണം കൂടി 0 പോപ്പുലേഷൻ ഗ്രോത്ത് എന്നുള്ള അവാർഡ് വാങ്ങിച്ച ജില്ലയ്ക്ക് MLA-മാരുടെ എണ്ണം കുറഞ്ഞു. പത്തനംതിട്ടയിൽ അങ്ങനെ 0 പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം മൈഗ്രേഷനാണ്. ഏറ്റവും പിന്നെ കുട്ടികളെ ചിലരുടെ എണ്ണം, ചിലരുടെയൊക്കെ തീരുമാനം എന്ന് പറഞ്ഞാൽ കുട്ടികളെ വേണ്ട. ലോകത്ത് ഇത്രയും ജനസംഖ്യ ഉണ്ട്, പിന്നെ കുട്ടികൾ വേണ്ട. അതൊക്കെ ഈ നമ്മൾ അങ്ങനെ പറയുന്ന കാര്യങ്ങൾ മതത്തിന്റെ പേര് പറയുന്നത് ശരിയല്ലെങ്കിലും ഞാൻ പറയുന്നത് അങ്ങനെ അതൊക്കെ ഹിന്ദുക്കളുടെ ഇടയിലേ ഉള്ളൂ. ബാക്കി ആരും അങ്ങനെ കുട്ടികൾ വേണ്ട എന്നുള്ള തീരുമാനം ഉണ്ടാവുന്നില്ല. ഈ വിഭാഗക്കാർ മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ. മറ്റുള്ളവർക്കൊക്കെ ഇപ്പോഴും 2-3 ഒക്കെ ഉണ്ട് പത്തനംതിട്ടയിൽ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങളുടെ മണ്ഡലമായിട്ടുള്ള പന്തളം തന്നെ ഇല്ലാതായി. പക്ഷേ ചില ജില്ലകളിൽ MLA-മാരുടെ എണ്ണം കൂടുന്നു. ആ ജില്ലകളിൽ ജനസംഖ്യ കൂടിയതുകൊണ്ട് 2ആയിട്ട് വിഭജിക്കണം എന്ന് പറഞ്ഞത് മിക്കവാറും നടക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവിടെ അവർക്ക് കിട്ടുന്നത് ബോണസാണ് ജനസംഖ്യ കൂടിയത്. ഇല്ലാത്തവർക്ക്, അത് ജനസംഖ്യ കൂടാത്തവർക്ക് കിട്ടുന്നത് നഷ്ടം അല്ലേ എന്ന് പറയുന്നത്. അത് ആ ഒരു കാര്യത്തിൽ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഒരിക്കലും ഈ എക്കണോമിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത് പോലെയുള്ള ആ ഒരു ഈ വൃദ്ധ ജനസംഖ്യ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഒന്നും ഇന്ത്യയിൽ ഒരിക്കലും വരാൻ പോകുന്നില്ല. കാരണം അത്ര വലിയ ജനപരിപ്പമാണ് ഇത്. ഈ മാൽത്തൂഷ്യൻ തിയറി ഓഫ് നാച്ചുറൽ സൊല്യൂഷൻ എന്ന് ഇങ്ങനെ പറയുമല്ലോ,
മാൽത്യൂസിൻ്റെ തിയറി എന്ന് പറയുമ്പോൾ ഈ ഏതെങ്കിലും ഒരു ജീവിവർഗം അമിതമായി പെരുകിയാൽ പ്രകൃതി തന്നെ അതിനെ നശിപ്പിക്കും. ഇപ്പോൾ കോവിഡ് പോലെയൊക്കെ ഉള്ള വലിയ പകർച്ചവ്യാധികൾ കൊണ്ടുവരികയോ അടുത്ത് വരുന്നുണ്ട് ഇബോളോ പകർച്ച യുദ്ധങ്ങൾ, അതുപോലെ തന്നെ മറ്റേ വംശീയ സംഘർഷങ്ങൾ, ഇതൊക്കെ കൊണ്ടുവന്ന് ഇതിനെ പ്രകൃതി തന്നെ കുറയ്ക്കും. അപ്പോൾ അങ്ങനെ പ്രകൃതിയുടെ ഒരു ശിക്ഷയ്ക്ക് നമ്മളെ എറിഞ്ഞു കൊടുക്കാതെ നമ്മൾ തന്നെ ഇതിനെ ഇന്ത്യൻ പോപ്പുലേഷൻ ഒരു 120 കോടിയിലെങ്കിലും പിടിച്ച് നിർത്തണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ 150 കോടി എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും ഒരു ഊഹക്കണക്കേ ഉള്ളൂ. 11 ശേഷം നമുക്ക് സെൻസസ് നടന്നിട്ടില്ല. എന്നാലും ഒരു ഊഹക്കണക്കിൽ ഇന്ത്യയിലെ ജനസംഖ്യ ഏകദേശം 140. പക്ഷേ ഒരു സത്യമാണ്, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്, വമ്പിച്ച. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു. അതിനുള്ള ഇക്കോസിസ്റ്റം ഇന്ത്യയിലുണ്ട്. പക്ഷേ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ പോലുള്ള രാഷ്ട്രങ്ങളിലെ ക്രിസ്ത്യാനികളുടെ മറ്റു മതക്കാരുടെ എല്ലാം, മുസ്ലിങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളവരുടെ എല്ലാം ജനസംഖ്യ കുറഞ്ഞു. അതിനർത്ഥം അവിടെ അതിന് തക്ക ഇക്കോസിസ്റ്റം ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഈ ന്യൂനപക്ഷങ്ങളെ, ലോകത്താകെ ന്യൂനപക്ഷങ്ങൾ പെരുകുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. അതെ അതെ. കാര്യം എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷങ്ങൾ ആ രീതി അത് ഇന്ത്യയുടെ ഭരണഘടനയുടെ മാത്രം പ്രത്യേകതയല്ല, ഇന്ത്യയുടെ കൾച്ചറിന്റെ പ്രത്യേകത, സനാതന ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്, ഇൻക്ലൂസീവ് ആയിട്ടുള്ള. മറ്റുള്ളത് എക്സ്ക്ലൂസീവ് ആണ്. അത് പ്രത്യേകിച്ച് അത്തരം മതങ്ങളുടെയൊക്കെ തന്നെ ഒരു സിദ്ധാന്തത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. അന്യ മതത്തിൽ അവരോട് സൗഹാർദ്ദപരമായി പെരുമാറാനോ അതുപോലെ തന്നെ അവരുടെ ഈശ്വരന്മാരെ ആരാധിക്കാനൊന്നും പാടില്ല എന്നൊക്കെ തന്നെ ഈ അത്തരം മതങ്ങളിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഹിന്ദുമതം അങ്ങനെയല്ല. ഏകം സത് വിപ്രാബഹുതാവദന്തി എന്നാണ് പറയുന്നത്. എല്ലാ ഈശ്വരൻ ഒന്നേ ഉള്ളൂ, ഏത് പേരിലും ആരാധിക്കാം. വസുധൈവ കുടുംബം. അതെ, അത് തന്നെ അങ്ങനെയുള്ളൊരു കൾച്ചറാണ് ഭാരതത്തിൽ. അതിനിപ്പോൾ ഇന്ത്യയിൽ ആര് വന്നാലും ആ കൾച്ചർ മാറ്റിയെടുക്കാനും പറ്റില്ല. അത് ഇന്ത്യക്കാരുടെ ഒരു പൊതു സ്വഭാവമാണ്. അവർ എല്ലാ ഇതിപ്പോൾ നമ്മൾ ഏതൊരു ഈ ഹൈന്ദവ മതവിശ്വാസികളുടെ വീട്ടിൽ ചെന്നാലും കാണാം മറ്റ് വിശ്വാസത്തിൻ്റെയൊക്കെ ചിത്രം കൂടെ വച്ചേക്കുന്നതാണ്. പക്ഷെ എന്താ മറ്റു മതക്കാരുടെ വീട്ടിൽ പോയാൽ നമ്മൾ ഒരു വീട്ടിലും അങ്ങനെ നമ്മൾ കാണത്തില്ല. അങ്ങനെ ഒരു രീതിയാണ് നമ്മുടെ ജീവിത രീതി. അതൊക്കെ തന്നെയാണ്. പക്ഷെ മറ്റു മതങ്ങളും കൂടെ ഇത് മാതൃകയാക്കണം എന്നാണ് നമ്മൾ. അവസാനമായിട്ട് ഇതിന്റെ ഒരു റിസൾട്ട് എന്തായിരിക്കും? ഒരു വർഷം കഴിഞ്ഞ് റിപ്പോർട്ട് സമർപ്പിക്കും, നടപടി ഉണ്ടാകുമോ? BJP ഗവൺമെന്റ് ആയതുകൊണ്ട് അല്ല, അതിനുള്ളൊരു ധൈര്യം അവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെ തന്നെ കിടക്കും, ഭയമായിട്ട് തന്നെ. അത് ഈ റിപ്പോർട്ടൊക്കെ മേശപ്പുറത്തും മറ്റ് ഇന്ത്യയിൽ അതുപോലെ ആയിരക്കണക്കിന് റിപ്പോർട്ടുകൾ ഇങ്ങനെ അതുപോലെ അങ്ങനെ ഒരു റിസൾട്ടും ഉണ്ടാക്കില്ല. റിസൾട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. ജനസംഖ്യാ നിയന്ത്രണ നിയമം കൊണ്ടുവരാതിരിക്കുന്നതിന് ഇപ്പം തന്നെ പല പ്രസ്താവനകളും അവരുടെ തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം, ഒരു വർഷം കാത്തിരിക്കാം. പക്ഷേ രാജ്യത്തോട് ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാരാണെങ്കിൽ നിയമം കൊണ്ടുവന്നിരിക്കണം, കൊണ്ടുവരികയാണ്, അത് നടപ്പാക്കുകയും വേണം, സമ്പൂർണ്ണമായിട്ട് നടപ്പാക്കണം. ഇപ്പോഴേ നടപ്പാക്കാൻ പറ്റൂ. കാരണം ഇത് ഇപ്പോൾ ഈ 150 കോടി എത്തിയിട്ടും നമ്മൾ നടപ്പാക്കുന്നില്ലെങ്കിൽ പിന്നെ ഇനി എപ്പോൾ നടപ്പാക്കാനാണ്? കാരണം ഏറ്റവും പുതിയൊരു റിപ്പോർട്ട് വരുന്നത് ഇന്തോനേഷ്യയാണ് ലോകത്തിലെ ഏറ്റവും മുസ്ലിം ജനസംഖ്യയുള്ള രാഷ്ട്രം. അതിനേക്കാൾ ഇപ്പോൾ കൂടുതൽ ഇന്ത്യ ആയിട്ടുണ്ടോ? അത് നമുക്ക് അഭിമാനകരമാണ് ഒരു തരത്തിൽ. പക്ഷേ ഇതിവിടെ തന്നെ പിടിച്ചു നിർത്തുകയും കൂടുതൽ ഇതൊരു എക്സ്പ്ലോഷനിലേക്ക് പോകാതെ ഇപ്പോൾ ഈ മതത്തിൻ്റെ പേര് നമ്മൾ ഈ കാര്യത്തിൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ പോപ്പുലേഷൻ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ എന്താണ് അടിയന്തരാവസ്ഥ കാലത്ത് ഇത് പറഞ്ഞ ആളാണ് സഞ്ജയ് ഗാന്ധി. അതുകൊണ്ടാണ് കോൺഗ്രസ് പരാജയപ്പെട്ടു പോയത്. അന്നേ ആ പുള്ളിക്ക് ഇതിനെപ്പറ്റി ഒരു വലിയ വീക്ഷണം ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ വികസനം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് പുള്ളിക്ക് അന്നേ വലിയ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ മാരുതിയൊക്കെ ഇവിടെ വന്നത്. അപ്പോൾ അതിന് കോർപ്പറേഷൻ വലിയ പ്രശ്നമാണ്. വലിയ റെസിസ്റ്റൻസ് വരുമെന്നുള്ളതിന്റെ ഒരു തെളിവും കൂടി. ഒരു റെസിസ്റ്റൻസും വരില്ല അവിടെ. അങ്ങനെ കാരണം രാജ്യത്തിൻ്റെ പൊതുവായ രീതിയിൽ നടപ്പാക്കുകയാണെങ്കിൽ ആരും എതിർക്കാൻ പോകുന്നില്ല. പക്ഷേ ഇത് അങ്ങനെ ചെയ്യാതെ കാണുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ വളരെ ഈ മതത്തിൻ്റെയൊക്കെ സമ്മർദ്ദം കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നവർക്ക് പോലും ഇങ്ങനെ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാനൊന്നും ഉള്ളിൽ ഇഷ്ടമുള്ളവരല്ല. പക്ഷേ അവർ നിരന്തരമായ പ്രഷർ കൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഗവൺമെൻറ് തലത്തിൽ ഇങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള എതിർപ്പ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷേ എങ്കിലും സർക്കാർ ഇത് കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അത്ഭുതം. നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാൻ. വളരെ നീണ്ട ഒരു പുസ്തകം പോലെയാണ് അങ്ങേക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവ്. തൽക്കാലം ഇവിടെ നിർത്തുന്നു. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.